അടുത്തിരുന്ന് പള്ള തകർക്കുന്നതല്ല, മൊത്തമൊന്നും മറിഞ്ഞു വീഴുന്നതല്ല ആത്മനിറവ്. അതിന് വേറെ അസുഖമാണ്, വീട്ടമിന്റെ വേറെ ഉണ്ട്. ഒറ്റവാക്യം പറയും, ഇപ്പൊ തെളിയിക്കാൻ നേരമില്ല. ആത്മനിറവെന്ന് പറഞ്ഞാൽ നിറയപ്പെട്ട ആത്മാവിനാൽ നടത്തപ്പെടുക. നിറയുക, നിറവിയും നിറയും എന്നുള്ള പ്രയോഗങ്ങളുണ്ട്. ഉദാഹരണം, അവര് കോപം നിറഞ്ഞവരായി, വേറൊരു ഭാഗത്ത് ഭയം നിറഞ്ഞവരായി, വേറൊരു ഭാഗത്ത് അസൂയ നിറഞ്ഞവരായി, വേറൊരു ഭാഗത്ത് പ്രാന്ത് നിറഞ്ഞവരായി. ഇങ്ങനെയുള്ള പ്രയോഗമുണ്ട്. ഒരുവന് കോപം നിറഞ്ഞാൽ ആ നിറയപ്പെട്ട കോപത്താലാണ് നടത്തപ്പെടുന്നത്. ഉദാഹരണം, നിങ്ങളിപ്പോ ചില ചിന്തിക്കും സബ്ജക്റ്റ് വന്നില്ലെന്നോ, നാളെ മറ്റന്നാളും ഉണ്ടല്ലോ, അതാണ് സബ്ജക്റ്റ് തന്നെ, നാളെ നിങ്ങൾ വരികയല്ല. നമുക്ക് ഏതായാലും ഞാനിവിടെ വന്നതല്ലേ, നമുക്ക് 2-3 ദിവസം ഒന്നിച്ചൊന്ന്. ഇതെല്ലാം ഭജനമല്ലേ? ഒരുവനിൽ ഈ കോപം നിറഞ്ഞാൽ നിറയപ്പെട്ട കോപത്താൽ അവൻ നടത്തപ്പെടും. ഉദാഹരണമാണ്, അതിരാവിലെ ബെഡ്റൂമിൽ വെച്ച് ഭാര്യയും ഭർത്താവ് ഒരു അഭിപ്രായ വ്യത്യാസം വന്നു. ഇപ്പൊ ശുദ്ധിയുള്ളയാളാ ഭർത്താവ്, ഇഷ്ടപ്പെടാത്തതോ പ്രവൃത്തി അല്ലെ സംസാരം ഭാര്യയുടെ ഭാഗത്തു നിന്നുണ്ടായി. അപ്പൊ ശുദ്ധിയുള്ളയാളാന്ന് പറയും, പൊക്കോണന്റെ മുന്നിൽ ഞാൻ ഭാര്യ പേടിച്ചു അങ്ങ് മാറും. അല്പം കഴിഞ്ഞപ്പോ പുള്ളിക്കാരി ബെഡ്റൂമിൽ കൊണ്ടുവന്ന് അച്ചാക്ക കണ്ണി കോപത്തിൽ പുള്ളി നിറഞ്ഞു നിൽക്കുക. ഒന്ന് പേടിച്ച് കാപ്പി കൊടുക്കാതെ മാറും. 8 മണിയായപ്പം ബ്രേക്ക്ഫാസ്റ്റ് മുട്ടയപ്പവും. അച്ഛാ അപ്പവും മുട്ട നിറയപ്പെട്ട കോപത്താൽ ഇങ്ങനെ നിൽക്കുക. അപ്പൊ ചിലടത്ത് ചില അമ്മ പിള്ളേരോട് പറയും, ഇനി അങ്ങോട്ടൊന്നും ചിലർ അർജൻ കയറി ഇരിക്കുക. പിള്ളേരൊക്കെ എവിടെ? അപ്പൊ ആ കോപം അങ്ങോട്ട് നിറഞ്ഞാൽ ആ നിറയപ്പെട്ട കോപത്താലാണ് നടത്തപ്പെടുന്നത്. ഒരു വ്യക്തിയിൽ അസൂയ നിറഞ്ഞാൽ നിറയപ്പെട്ട അസൂയയാൽ നടത്തപ്പെടും. ഉദാഹരണം, കൂടെ ആരാധിക്കുന്ന ഒരു വിശ്വാസി നല്ലൊരു വീട് മേടിച്ചു, അല്ലെ വീട് വെച്ചു. അസൂയുള്ളവരെ ശ്രദ്ധിച്ചില്ലേ? അവർക്ക് ദൈവം കൊടുക്കണം. മുറി അറിയില്ലെന്ന് തോന്നുന്നു. ഇല്ല, അസൂയെന്ന് വരുന്നതാണ്. ഇല്ല, 4-5 ബെഡ്റൂമുണ്ട്, പെയിന്റ് കൊള്ളുക. അകത്ത് മുഴുവൻ അസൂയ. അവൻ ഞാൻ നന്നെ സന്തോഷിക്കുക. നിന്നെ നിങ്ങളുടെ വീടില്ലാതെ ഭാരപ്പെട്ടത്, ഈ ഒരു വീട് കൊടുത്തുള്ള സ്തോത്രം. വാടകയ്ക്ക് താമസിച്ചു, അല്ലെ ബേസ്മെന്റിലൊക്കെയാണ്, മറ്റ് ചില സ്ഥലങ്ങളിൽ ഒത്തിരി കഷ്ടപ്പെട്ടതായി രാജ്യത്ത്, ഈ ഒരു വീട് കൊടുത്തുള്ള സ്തോത്രം. സന്തോഷിക്കുക. ഇതൊന്നും അസൂയല്ലേ? നാട്ടിലൊക്കെ ഒരു കല്യാണം ആലോചിക്കട്ടെ, എവിടുന്ന? അമേരിക്ക. അമേരിക്ക ഒന്നും ഇപ്പൊ വിശ്വസിക്കാം. ചില ആൾക്കാർ പറയുന്നുണ്ട് അമേരിക്കയിൽ എല്ലാവരും കുഴഞ്ഞതാണ്. എല്ലാവരും കുഴഞ്ഞല്ല, ജീവിക്കുന്ന അനേക ദൈവകുഞ്ഞുങ്ങളുണ്ട്. അത് ഞാൻ നാട്ടിൽ പറയുന്ന കാര്യമാണ്. അതെല്ലായിടത്തും ഉണ്ടല്ലോ. ജീവിക്കുന്ന ദൈവകുഞ്ഞുങ്ങൾ എല്ലായിടങ്ങളിലും ഉണ്ട്. പ്രാർത്ഥിക്കുന്നവർ എല്ലായിടങ്ങളിലും ഉണ്ട്. വേർപാട് കാക്കുന്നവരെല്ലായിടത്തും ഉണ്ട്. എനിക്കറിയാൻ വേവിച്ചാന് 50 കൊല്ലമായി ഇവിടെ വന്നിട്ട്. ഞങ്ങൾ തമ്മിൽ വളരെ അടുപ്പമാണ്. വേവിച്ചാൻ പറഞ്ഞു, എന്റെ പിള്ളേരെല്ലാം മലയാളം നന്നായിട്ട് സംസാരിക്കും, വായിക്കാനും അറിയും. കൊല്ലം കഴിഞ്ഞെന്ന് മനസ്സിലാകാനാണോ അതോ എന്നെ പൊട്ടം കളിപ്പിച്ചാണോ? സ്തോത്രം.
സ്തോത്രം. അപ്പൊ അസൂയ ഒരു വ്യക്തിയിൽ നിറഞ്ഞാൽ ആ നിറയപ്പെട്ട അസൂയയാലാണ് നടത്തപ്പെടുന്നത്. പ്രതിക്കൂട്ടിലോട്ട് എന്നെ കൂടെ കയറ്റുക. ഉപദേശിമാരുടെ ഇടയിലും അസൂയുള്ളവരുണ്ട്. ഒരാൾ നന്നായിട്ട് ആത്മാവിൽ നിറഞ്ഞ് ശുശ്രൂഷിക്കട്ടെ, കൃപാവരത്തിൽ നിറഞ്ഞു ഉടനെ ചെല്ലു പറഞ്ഞ് സേവയുണ്ടെന്ന് മാത്രം അസൂയ ഉണ്ടാ. ദേവ പ്രാർത്ഥിച്ച ഒരു പാരട്ടച്ചോറി പോലും മാറില്ല. എന്താ പറയുക? സേവയുണ്ടെന്ന് എന്നോട് ഇരിക്കുന്ന ഒരാളെ പറ്റി ഒരാൾ പറഞ്ഞു, പുള്ളിക്ക് സേവയുണ്ടെന്ന്. ഞാൻ പറഞ്ഞു സേവയുണ്ട്, 10-30 വർഷമായിട്ട് കർത്താവിന് നന്നായിട്ട് സേവയുള്ളതാണ്, എനിക്കറിയാൻ പറഞ്ഞതൊക്കെ ക്രിസ്തുവിനെ അല്ലേ. ഞങ്ങളുടെ നാട്ടിൽ ഒരു പഴഞ്ചൊല്ലുണ്ട്, ചിലർക്ക് അറിയായിരിക്കും, ആര് കുത്തിയാലും ആര് വിളിക്കട്ടെ, യേശുവിന്റെ നാമം ഉയരട്ടെ, യേശുവിന്റെ നാമം മഹിമപ്പെടട്ടെ, ക്രിസ്തുവിന്റെ പരിശുദ്ധ നാമം പരിഹസിക്കട്ടെ. ദൈവത്തിന് മഹത്വം. അപ്പൊ ഒരു വ്യക്തിയിൽ കോപം നിറഞ്ഞാൽ നിറയപ്പെട്ട കോപത്താൽ നടത്തപ്പെടും. അസൂയ നിറഞ്ഞാൽ നിറയപ്പെട്ട അസൂയ നടത്തപ്പെടും. അങ്ങനെ ആത്മാവിൽ നിറയാന്ന് പറഞ്ഞാൽ നിറയപ്പെട്ട ആത്മാവിനാൽ നടത്തപ്പെടുക. ഒരു വ്യക്തിയിൽ ആത്മ നിറവുണ്ടെന്ന് എങ്ങനെ അറിയുന്നത്? മറുഭാഷയുടെ ശക്തിയും ബലമല്ല, തുള്ളലനുസരിച്ചല്ല, ഒച്ചപ്പാട് കണ്ടല്ല. ചിലവർ ആ പാസ്റ്റർക്ക് നല്ല ആത്മനിറവ, അമ്മാമ്മയ്ക്ക് നല്ല ആത്മനിറവ, അച്ചാനതല്ല. എങ്ങനെ ഒരു വ്യക്തിയിൽ ആത്മനിറവുണ്ടെന്ന് മനസ്സിലാക്കുന്ന ഒറ്റ വാക്യം പറയാം. ആ നിറയപ്പെട്ട വ്യക്തിയിൽ ആത്മാവിന്റെ ഫലം കാണും. ഫലമില്ലെങ്കിൽ പ്രാപിച്ചത് ദൈവാത്മാവല്ല. ആത്മാവിന്റെ ഫലം നമുക്കെല്ലാം മനഃപാഠമാണ്. ഗലാത്യലേഖനത്തിൽ എഴുതിയിട്ടുണ്ടല്ലോ, ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. നല്ല ഫലങ്ങൾ. ഇന്ന് പലരിലും ദൈവത്തിന്റെ ആത്മാവല്ല. അത് മണക്കാലം ഉണ്ടായിരുന്ന ഏജി ചോമേലപ്പ ചച്ചാപ്പറയുടെ ദൈവാത്മാവരുടെ ആ പപ്പുപിള്ളയുടെ ആത്മാവാണ്. അച്ചാന്റെ ഭാഷ പ്രാപിച്ചത് ദൈവാത്മാവാണെങ്കിൽ നിശ്ചയമായിട്ടും ആത്മാവിന്റെ ഫലം കാണണം, കണ്ടിരിക്കും, ഉണ്ട്. സ്തോത്രം. ഇന്ന് പലർക്കും ദൈവാത്മാവല്ല, ചുമ്മാ എന്ന് പറയാം, ആ തീ കൂടെ ഇറങ്ങട്ടെ നിൽക്കുക. ഇവനിങ്ങനെ തയ്യക്കാരെ നിൽക്കുന്നത് പോലെ നിൽക്കുക. തയ്യക്കാരെ കണ്ടില്ലേ? തയ്യക്കാരൻ നാട്ടില് ഇല്ലേ? സൂര്യനോടെയല്ലേ ആ തീ എഴുതി. ആത്മനിറവുണ്ടെങ്കിൽ ആത്മാവിന്റെ ഫലം കാണണം. ആത്മാവിന്റെ ഫലത്തിൽ ആദ്യമാണല്ലോ സ്നേഹം. അടുത്തിരിക്കണവന് കൈ കൊടുക്കാൻ നോക്കുന്നില്ല, മിണ്ടുന്നില്ല. ഒരു സഭയിലാ കൂടുന്നത്, തമ്മിൽ മിണ്ടുന്നില്ല. സ്വന്തം സഹോദരങ്ങളുമായിട്ട് മിണ്ടാൻ മേല. അയലത്തുകാരുമായിട്ട് നാട്ടിലെ രീതിയും കൂടെ വെച്ചാൽ മിണ്ടുന്നില്ല. ശുശ്രൂഷകനോട് യോജിപ്പില്ല. വിശ്വാസികൾ തമ്മിൽ മിണ്ടുന്നില്ല. നീ പ്രാപിച്ചത് ദൈവാത്മാവല്ല, അപ്പച്ചൻ പറഞ്ഞത് ആത്മാവാ. ദൈവത്തിന്റെ ആത്മാവിന്റെ വിശേഷത ഇത് സ്നേഹമാണ്. ഫലം എന്താ സ്നേഹത്തിന്റെ വിശേഷത? ഒറ്റവാക്കി പറഞ്ഞാൽ ഭാഗം വിടാം. ദൈവസ്നേഹത്തിന്റെ പ്രത്യേകത, നമ്മളെ സ്നേഹിച്ചില്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് സ്നേഹിക്കും. അതാ ദൈവസ്നേഹം. എന്നെ സ്നേഹിച്ചില്ലെങ്കിലും ഞാൻ സ്നേഹിക്കും. അതിന് ഏറ്റവും വലിയ തെളിവ് കർത്താവിന്റെ സ്നേഹമാണ്. നമുക്ക് ഈ മാർഗത്തെയും യേശുവിനെയും യേശുവിന്റെ സുവിശേഷത്തെയും മാർഗത്തെ നമുക്ക് ഇഷ്ടമില്ലായിരുന്നു. പലപ്പോഴും സുവിശേഷം കേട്ടപ്പോൾ, ലഘുലേക്ക് തന്നപ്പോൾ, പ്രാർത്ഥനയ്ക്ക് ക്ഷണിച്ചപ്പോൾ, കൂട്ടായ്മയ്ക്ക് വിളിച്ചപ്പോൾ, യേശുവിന്റെ സുവിശേഷം പറഞ്ഞപ്പോൾ അവ തട്ടിക്കളഞ്ഞേച്ച് ഞാൻ നിങ്ങളുമെല്ലാം ഓടിപ്പോയവരാ. അതാ പോയവൻ അതിലെ പൊക്കോട്ടെന്ന് പറഞ്ഞ് യേശു പോയില്ല. നീ പോയ നിന്റെ പിന്നാലെ തേടി നിന്നെ വന്നു. അതാ ദൈവ സ്നേഹം. നാം സ്നേഹിക്കാതിരുന്നിട്ടും നമ്മെ സ്നേഹിച്ചിറങ്ങി വന്ന ക്രിസ്തുവിന്റെ സ്നേഹം. അഴമരായ്വതിൻ ആരറിവോ ആയിരം ഉണ്ടെന്നാലും ഞാനിതു ചൊൽവതിനാമോ ഏതു മോരം ശമുരച്ചിടുവാൻ പരിതിലാർക്കെഴുതോ
വിധിയാർക്കെഴുതോ സ്നേഹമിതാശ്ചര്യമേ ഓ അതിശയമേ ഓ ശോണിതാലേ ഞാനെന്നും പാടുവേ ഈ ദിവ്യ സ്നേഹത്തെ ശോണിതാലേ ഞാനെന്നും പാടുവേ ദൈവ കുഞ്ഞാടെ നിൻ സ്നേഹരസം എന്നകമേ വാഴിഞ്ഞോട ഉന്നതനെ മണ്ണില വേലയും തീർത്തിടുവാൻ എന്നെ നിറയ്ക്കണമേ മണ്ണിലൻ വേലയും സ്നേഹമിതാശ്ചര്യമേ ഓ അതിശയമേ ഓ അതിശയമേ ശോണിതാലേ ഞാനെന്നും പാടുവേ ഈ ദിവ്യ സ്നേഹത്തെ ശോണിതാലേ ഞാനെന്നും പാടുവേ ഈ ദിവ്യ സ്നേഹത്തെ. എന്നെ കേൾക്കുന്ന പ്രിയരെ, നാം സ്നേഹിക്കാതിരുന്നിട്ടും നമ്മെ സ്നേഹിച്ച് സ്വർഗം വിട്ടിറങ്ങി വന്ന സ്നേഹം. അപ്പൊ ആത്മാവിന്റെ ഫലം ആത്മനിറവുള്ളവരിൽ കാണും. ആത്മാവിന്റെ ഫലത്തിന് ആദ്യത്തെ സ്നേഹം. തമ്മിൽ തമ്മിൽ മിണ്ടാൻ പറ്റുന്നില്ലെങ്കിൽ, കൈ കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ, സഹകരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, സ്നേഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ദൈവാത്മാവിനെ അല്ല പ്രാപിച്ചത്. സ്തോത്രം. സഭ ഏതുമാകട്ടെ, ഏത് സഭയിലുമാകട്ടെ, ആരുമായിക്കോട്ടെ, ആ ദൈവസ്നേഹമകത്ത് വ്യാപരിക്കട്ടെ. സ്തോത്രം. അത് വ്യാപരിച്ചാൽ നാം രക്ഷപ്പെട്ടെന്നുള്ളതാണ്. അപ്പൊ ശ്രദ്ധിക്കുക, ആത്മനിറവിനെ പ്രാപിച്ചാൽ ആത്മാവിന്റെ ഫലം കാണും. നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വന്ന് പെട്ടെന്ന് അവസാനിപ്പിക്കാം. അപ്പോൾ പൗലോസ് പറഞ്ഞു, ഞാൻ പോയ ശേഷം ദുരുപദേശക്കാരനിലേക്ക് രണ്ടുപേരാണ് എഴുന്നേറ്റ്, ഹുമനയോസും അലക്സാണ്ടറും. അപ്പൊ ഇവരെ എഴുന്നേറ്റ് ദുരുപദേശം പഠിപ്പിച്ചു സഭയ്ക്കകത്ത്. അവര് പഠിപ്പിച്ച ദുരുപദേശം എന്തുവാ? പലത് പഠിപ്പിച്ചു. ഒരെണ്ണം പറയാം. ഇവര് പഠിപ്പിച്ച ദുരുപദേശം തിമോഥെയോസിന്റെ 2-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 16 മുതലൊന്ന് വായിച്ചേ. ഭക്തിവിരുദ്ധമായ വൃദ്ധാലാപങ്ങളെ ഒഴിഞ്ഞിരിക്കാൻ ആ വകക്കാർക്ക് അപക്വത അധികം മുതിർന്നു വരും. അവരുടെ വാക്ക് അർബുദ വ്യാധി പോലെ നിന്നുകൊണ്ടിരിക്കും. ഹുമനയോസും അലക്സാണ്ടറും ഈ കൂട്ടത്തിലുള്ളവർ അവർ സത്യം വിട്ടുതെറ്റി പുനരുത്ഥാനം കഴിഞ്ഞുവെന്ന് പറഞ്ഞ് ചേട്ട വിശ്വാസത്തെ മറച്ചിട്ടെന്ന ദൈവദാസനം തുടർന്ന് വായിച്ചേട്ട 16 മുതൽ. ഭക്തിവിരുദ്ധമായ വൃദ്ധാലാപങ്ങളെ ശ്രദ്ധിച്ചേ. ഈ ഭക്തിക്ക് വിരുദ്ധമായതൊന്നും പാടില്ല. ഭക്തിക്ക് വിരുദ്ധമായത് പാടില്ല. ഈ തിരുവചനത്തിൽ തന്നിരിക്കുന്നതെല്ലാം ഭക്തിക്ക് യോജിച്ചതാണ്. ഭക്തിക്ക് യോജിക്കാത്തതൊന്നും പുസ്തകത്തെ തന്നിട്ടില്ല. അതുകൊണ്ട് ഭക്തി പുസ്തകവും കൂടെ ഒക്കണം. ഇപ്പം ഭക്തിയും പുസ്തകവും കൂടെ ഒക്കുന്നില്ല. പുസ്തകത്തിനകത്ത് പറയുന്ന ഭക്തിയും കൂടെ എല്ലാവരും ഭക്തന്മാരാ, പക്ഷെ പുസ്തകമായിട്ട് യാതൊരു എല്ലാ ഭക്തന്മാരും വലിയ ഭക്തനാണ്. അത് വലിയ ഭക്തതയാണ്. പക്ഷെ പുസ്തകമായിട്ട് ഞാൻ പിന്നെ ഓർപ്പിക്കുക, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. തൊണ്ടാക്കി പയ്യ പാട്ട് വരുന്നത് അതുകൊണ്ടാണ്. സാറ് പണ്ടൊരു പാട്ട് പാടി, സൈമൻ സാറ്. ഭക്തിയും വൻഭക്തികേടും ചേർത്തിളക്കി തരം പോലെ, ഭക്തിയും വൻഭക്തികേടും ചേർത്തിളക്കി തരം പോലെ. എനിക്ക് സൈമൻ സാറിന്റെ പ്രയോഗങ്ങളൊക്കെ നല്ല അടക്കൊക്കെ ഉണ്ടാകാത്തി വെക്കുന്നത്. നല്ല പ്രയോഗങ്ങളാണ്. അങ്ങനല്ലേ പിന്നെ കീർത്തത്തിനാണ് ഒപ്പിച്ചു വെക്കുന്നത്. ആ പ്രയോഗം കണ്ടോ? ഭക്തിയും വൻഭക്തികേടും ചേർത്തിളക്കി തരം പോലെ. ഭക്തിയോട് ചേർത്ത് ഭക്തിയും വൻഭക്തികേടും ചേർത്തിളക്കി
സഭ്യരല്ല കള്ളന്മാരെ കൊണ്ടുവാ കൊണ്ടുവാ നീ ഈ പാപികളെ കൊണ്ടുവാ. എന്നോ നല്ല പ്രയോഗമാ. പദ്ധതി ചുമ്മാൻ പദ്ധതി കേട്ട് ചേർത്തിളക്കി തരം പോലെ ചെപ്പടിക്കൽ നടത്തുക. ഇവിടുത്തെ രീതികളെല്ലാം ചെപ്പടി വിദ്യയല്ലേ. ഇപ്പൊ ചെപ്പടി വിദ്യ ഒരു ഉദാഹരണം പറയാം. പണ്ടൊക്കെ ക്ഷേത്രങ്ങളിലെ പള്ളിയിലൊക്കെ പള്ളിപ്പറമ്പുകളിൽ അമ്പലപ്പറമ്പുകളിൽ കുലുക്കിക്കുത്തുണ്ട്. കുലുക്കിക്കുത്ത് ഒരു ഡെപ്പിലാണ്, കട്ട കാണും, ഒരാൾ അവിടെ ഇരിക്കും, ബാക്കി എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കും. അവനിങ്ങനെ കുലുക്കി വിളിച്ച് പറയും, 1 വെച്ചാൽ 2, 2 വെച്ചാൽ 4, 4 വെച്ചാൽ 8, 8 വെച്ചാൽ 16 ബൈരാജ. കട്ടയും പാമ്പ് പോയി കുലുക്കിച്ചു. അപ്പൊ ആദ്യം കയറി അങ്ങോട്ട് പോകും, ഏണിയും കൂടെ കയറി 3-ാം വരി ചെന്ന് നിൽക്കും. പിന്നെ അടുത്ത കുലുക്കുന്ന പാമ്പിന്റെ വാങ്ങിക്കാത്ത നേരെ. ഇവിടുത്തെ ആത്മീയല്ല അങ്ങനെ. 2-3 ദിവസം ഇപ്പം ഏണി കൂടെ കയറാൻ പോവാ. തിങ്കളാഴ്ച ആകുമ്പോൾ നേരെ പാമ്പിന്റെ മനസ്സിലായി കാണും ചിലർക്ക്. അതാ ചെപ്പടിക്കളിയാണ്. പക്കതികളുടെ ചേർത്തിളക്കി തരം പോലെ ചെപ്പടിക്കളി. ഇത് തരം പോലെയുള്ള കാര്യമല്ല. മുമ്പേ ഓർപ്പിച്ചു, ഒരിക്കലായി പരിമേൽപ്പിച്ചതാണ്. ആഴ്ചയിലാഴ്ച മാസാമാസം ആണ്ടോടാണ്ടൊക്കെ മാറ്റുന്നതല്ലെന്നിത്. ഒരിക്കലായി പരിമേൽപ്പിച്ച വിശ്വാസ പ്രമാണം. അപ്പൊ ശ്രദ്ധിക്കുക, ഇവിടെ വായിക്കുക, ഭക്തിവിരുദ്ധമായ വൃദ്ധാലാപങ്ങളെ ഒഴിഞ്ഞിരിക്കുകയാണെന്നത്. ദുർവരശക്കാരെ പറയുന്നത് ആ വകയെന്ന, അല്ലാതെ പാസ്റ്ററൊന്നും അല്ല. അവരൊക്കെ ഒരു പാസ്റ്ററിനൊന്നും ഒക്കെ ഒരു വകയാണ്. ആദ്യം ഞങ്ങൾക്കൊരു കുഞ്ഞോനച്ചാനുണ്ട്. എന്നെ വലിയ കാര്യമാണ്. ഞങ്ങൾ വളരെ ഹൃദയം തുറന്ന് സംസാരിക്കും. അപ്പൊ പേര് ഞാൻ പറയത്തില്ല, അത് മോശമില്ലയോ. ഒരാളെ പറ്റി അവർ സംസാരിച്ചപ്പം അദ്ദേഹം കുഞ്ഞോനച്ചാൻ പറഞ്ഞു, അച്ഛാ ഞാൻ പാസ്റ്ററാണ്. ഒറ്റ രാത്രി കൊണ്ടൊക്കെ പാസ്റ്റർമാരാകുന്നവരുണ്ട്. ഉറങ്ങാൻ കിടന്നപ്പോൾ ഒരു കുഴപ്പവും. നേരം എടുത്തപ്പോൾ പാസ്റ്ററായിട്ട് വന്നിരിക്കുക. അല്ല, ദൈവത്തിന് വിളിക്കാൻ ആരും നിമിഷം മതി, ഞാൻ എതിർക്കുന്നില്ല. ഒരുത്തരം പണ്ട് വണ്ടി ഇടിച്ചു. വണ്ടി ഇടിച്ചിട്ട് ബൈക്ക് മറിഞ്ഞു. ഇതൊക്കെ നടന്ന കാര്യങ്ങളാണ്. ബൈക്ക് മറിഞ്ഞ അവൻ ബൈക്കിനടിയിലും ബൈക്ക് ഇവന്റെ ഒരു കാലല്ല. അപ്പം വഴി നടന്നു വന്ന പരിചയമുള്ള ഒരാൾ, അയ്യോ പേര് പറഞ്ഞു, ഞാനൊരു പേരെടുക്കാം. ആ പേരല്ല കേട്ടോ, ഞാനൊരു പേരെടുക്കാം. കണ്ടോണ്ടിരിക്കും. അതുകൊണ്ട് അത് വേണ്ട, ഞാനൊരു പേരെടുക്കാം. ബാബു. ബാബു നല്ല പേര്, ഞാനങ്ങ് എടുക്കാം. വണ്ണം വിളിച്ചു, ബാബു നീ. പിന്നെ അവൻ ബൈക്ക് കിടക്കാൻ പറയാം, ഞാൻ ബാബു അല്ല പാസ്റ്ററാണ്. ആ വിളി പറഞ്ഞാൽ നീ അവിടെ കടന്നോളാൻ പറഞ്ഞു. പാസ്റ്ററാണ്. പിന്നെ എഴുന്നേറ്റ് പോരാനുള്ള പരിശ്രമമല്ല. അവനവിടെ ബൈക്ക് മേളിൽ കിടക്കുമ്പോൾ ഞാൻ പാസ്റ്ററാണ്, ബാബു അല്ല. ഓരോ ടൈപ്പ് സാധനങ്ങൾ. എന്നെ ചില അരീക്ഷയെന്ന് വിളിക്കും, എനിക്ക് സന്തോഷമാണ്. ചില ഉപദേശിക്കും, അതാ എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം. കാരണം എനിക്ക് തരുന്ന ക്രമയ്ക്കനുസരിച്ച് ഞാൻ ഉപദേശം പറയും. കുറച്ചുകൂടെ നല്ലതാണ് ഉപദേശം. കണ്ടാലും ഉപദേശിയെ പോലൊക്കെ ഇല്ല, അങ്ങനല്ലേ? ചെല്ല മോനെ എന്ന് വിളിക്കും, സന്തോഷം. ചെല്ല പാസ്റ്റർ എന്ന് വിളിക്കും. ഏറ്റവും വലിയ ബഹുമാനം കർത്താവിന്റെ ദാസൻ. അതിൽ കൂടുതൽ പദവിയും ബഹുമാനവും ഇല്ല. സ്തോത്രം. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ ദുർവേശക്കാരെ ഞാൻ ഓടിച്ചു നിർത്താം. ഭക്തിവിരുദ്ധമായ പ്രധാനാമങ്ങളെ ഒഴിഞ്ഞിരിക്കാം. ആ മതക്കാർക്ക് അപഗതി അധികം മുതിർന്നു വരും. അവരുടെ വാക്ക് അർബുദ വ്യാധി പോലെ ഉണ്ടോ. അപ്പൊ ഇവരെ ആ മതക്കാരൻ, അതാ കുഞ്ഞാനച്ചാൻ പറഞ്ഞത്. ഞാൻ പാസ്റ്റർ പറഞ്ഞ കുഞ്ഞാനച്ചാൻ പറഞ്ഞു, നിന്നെ ഞാൻ പാസ്റ്റർ എന്ന് വിളിച്ചാൽ ഞാൻ പിന്നെ പാസ്റ്റർമാരെ എന്നെ വിളിക്കണം. കാരണം ഇവന്റെ സ്വഭാവം പറഞ്ഞിട്ട് കുഞ്ഞാനച്ചാൻ
ദുരുപദേശം വന്നാൽ നിന്നെ കൊണ്ടേ പോകൂ. അർബുദവ്യാധി പോലെ തിന്നുകൊണ്ടിരിക്കും. പിന്നെ ഹുമനയോസും അലക്സാണ്ടറും, ഹുമനയോസും പിലേത്തോസും, മുമ്പേ ഹുമനയോസും അലക്സാണ്ടറും, ഇവിടെ ഹുമനയോസിന്റെ കൂടെ പിലേത്ത്. അപ്പം മൂന്നായി. ഹുമനയോസും അലക്സാണ്ടറും, ഇപ്പൊ പിലേത്തോസും. പിലേത്തോസും ഈ കൂട്ടത്തിൽ ഉള്ളവരാണ്. അവർ സത്യം പഠിപ്പിച്ച ദുരുപദേശമാണ്. അവർ സത്യം വിട്ട് തെറ്റി. അടുത്തത് പുനരുത്ഥാനം കഴിഞ്ഞു. അതാ ഇവര് പഠിപ്പിച്ച ദുരുപദേശം. ഇവര് പഠിപ്പിച്ചു പോയതിനാണെന്നറിയാമോ? പുനരുത്ഥാനം എല്ലാം കഴിഞ്ഞു. പൗലോസ് പഠിപ്പിച്ചു പോയത് കഴിഞ്ഞിട്ടില്ല. നമ്മൾ കാത്തിരിക്കുക. ധാരാളം തൊണിക്കും മരിച്ചവർ അക്ഷരായിട്ട് ഇവർക്ക് ജീവിക്കുന്നവർക്ക് ഇതാ പൗലോസ് പഠിപ്പിച്ച് ഉറപ്പിച്ചു പോയപ്പോൾ പൗലോസ് പോയപ്പോൾ ഇവന്മാരും 2-3 അളകനിമാരെന്നൊക്കെ പുനരുത്ഥാനം എല്ലാം കഴിഞ്ഞു. അരിയൂസന്റെ സിദ്ധാന്തം പ്രസര മതക്കാർ കൊണ്ടുവന്നത്. ഇതിന്റെ ഒരു ചെറിയ വാങ്ങലാണെന്ന് നമ്മുടെ പഴയ വിദ്വാൻ കുട്ടിച്ചല്ലേ അന്നേച്ച് പോയെന്ന് പറഞ്ഞ് നമ്മുടെ കരുനാഗപ്പള്ളിക്കടുത്ത് കന്യാതിപ്പാലത്തിനടുത്ത് കൂടിയെന്നാ പറയുന്നത്. 5000 പേര് പ്രത്യക്ഷമായിട്ട് 25,000 പരോക്ഷമായിട്ട് ചൂട്ടുകഞ്ഞൊക്കെ വീശുന്ന ചൂട്ടുകഞ്ഞിട്ട് ദൂരോട്ട് കളഞ്ഞേച്ച് ആദ്യം വരുമെന്ന് പറഞ്ഞു. കൂടാരപ്പള്ളി തൊമ്മനാ പറഞ്ഞത് വരുമെന്ന്. തൊമ്മൻ പറഞ്ഞത് ഈ പാവം വിശ്വസിച്ചു. തൊമ്മൻ പലത് പറഞ്ഞത് ഒത്തു വന്നത്. ഇത് ഒക്കുമെന്ന് ഓർത്ത് അമ്മ പറഞ്ഞേച്ച് ഉണ്ടായിട്ടു. ഈ പാവത്താനും നോക്കിയിരുന്ന സമയത്ത് വന്നില്ല. അയ്യോ, പിന്നെ പുള്ളി അകത്തോട്ട് കയറി തടി തപ്പിയെന്നാ. നിങ്ങളുടെ മനുഷ്യത്തിന്റെ ഒരു ദിവസത്തിനായിട്ട് കാത്തിരിക്കും, കാണുകയില്ല. താൻ ഒരു പാട്ടുമൊക്കെ ദുഃഖത്തോടെ എഴുതി. സ്തോത്രം. വളരെ സങ്കടകരമായി. പിന്നെ പത്തായത്തിന്റെ പുറത്ത് വെച്ചൊരു പാട്ട് എഴുതിയെന്ന എത്ര നാൾ കൊള്ളും പിശാചി ലോകം, എത്ര നാൾ ഭരിച്ചു കൊള്ളും, എത്ര നാൾ പറഞ്ഞും കൊള്ളും അപവാദങ്ങൾ ശുദ്ധിമാന്മാരുടെ മേലും. കർത്താവെ നോക്കി കാണുക പാർത്തലത്തിൻ ദുരിതം. കർത്താവെ നോക്കി കാണുക പാർത്തലത്തിൻ ദുരിതം. സാത്താന്റെ ധിക്കാരത്തെ നീക്കുവാനായി പ്രിയ, സാത്താന്റെ ധിക്കാരത്തെ നീക്കുവാനായി പ്രിയ. കാന്താതാമസം എന്താവോ വന്നിടാനേശു. കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചേ.